ഹലോ ചങ്കുകളെ. അപ്പോൾ ഇന്ന് നമ്മളുള്ളത് മഹാരാഷ്ട്രയിലെ ഔറംഗാബാദിലുള്ള സിദ്ധാർത്ഥ ഗാർഡനിലാണ്. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ഇവിടുത്തെ വിശേഷങ്ങളൊക്കെയാണ് നിങ്ങളെ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ നേരെ ടിക്കറ്റ് എടുത്തു, നമ്മൾ ഫാമിലിയായിട്ടാണ്. അപ്പോൾ എല്ലാവരും നമ്മൾ പാർക്കിനുള്ളിലേക്ക് കയറിയിട്ടുണ്ട്. അപ്പോൾ ആദ്യമായിട്ട് ഇവിടെ അനേകം മൃഗങ്ങളൊക്കെ ഉണ്ടെന്നാണ് പറഞ്ഞത്. അപ്പോൾ അതൊക്കെ നമ്മളൊന്ന് കാണാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ അതിനുശേഷം നമ്മൾ ഇതിലെ എല്ലാ വിശേഷങ്ങളും നമ്മൾ കാണുന്നതായിരിക്കും. അപ്പോൾ നമ്മളെല്ലാവരും ഇതിനകത്ത് കയറിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഒന്നൊന്നായിട്ട് ഇവിടുത്തെ കാഴ്ചകളൊക്കെ നമുക്ക് കാണാം. അപ്പോൾ അങ്ങനെ നമ്മൾ ഫസ്റ്റ് തന്നെ ഇവിടെ കാണുന്നത് കുറേ മാനുകളാണ്. അപ്പോൾ ഇവിടെ ധാരാളം മാനുകൾ, നല്ല കൊമ്പുകൾ, നല്ല കലമാനെ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ അടുത്ത് തന്നെ വന്നിരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ കൈയൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ വന്നിങ്ങനെ മണത്തൊക്കെ ഇങ്ങനെ നോക്കുന്നുണ്ട്. ധാരാളം ഇങ്ങനെ മാനുകളുണ്ട്. വലിയൊരു നെറ്റൊക്കെ അടിച്ചിട്ട് ഇങ്ങനെ വിശാലമായിട്ടൊരു ഏരിയ ആണ് ഇവർക്ക് കൊടുത്തിരിക്കുന്നത്. ഇതിനകത്തൂടെ ഇവർക്ക് കാട്ടിലൂടെ നടക്കുന്ന അതേ ഫീൽഡിൽ ഇവർക്ക് നടക്കാനൊക്കെ പറ്റുന്ന സ്ഥലമാണ്. അപ്പം അങ്ങനെ നമ്മൾ അവിടെ നിന്നുമ്പോഴത്തേന് അടുത്ത നമ്മൾ ചെന്നൊരു മുള്ളൻ പന്നിയെ കാണാം. നമ്മുടെ നാട്ടിലൊക്കെ സർവ്വസാധാരണമായി കാണുന്ന ഒരു സാധനമാണ് ഈ മുള്ളൻ പന്നി എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ചെന്നപ്പോൾ ആശാമാർ ചെറിയ ഗുഹ പോലെ ഉണ്ടാക്കി ഇതിനകത്ത് പാത്തിരിക്കുകയാണ്. വെളിയിലോട്ടൊന്നും ഇറങ്ങിയിട്ടൊന്നുമില്ല. അതിനുശേഷം നമ്മളിപ്പോൾ ഇവിടെ വന്നപ്പോഴത്തേന് ഇവിടെ നമ്മൾ കുറേ ചെന്നായിയുണ്ട്. ചെന്നായിയാണ്. അപ്പോൾ അതിങ്ങനെ നമ്മളെ കണ്ടപ്പോഴത്തേന് അത് കൂട്ടിനകത്തൂടെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇങ്ങനെ ഓടി നടക്കുന്നുണ്ട്. അതിനിപ്പുറത്ത് വരുമ്പോഴത്തേന് ഇത് വന്നിട്ട് നമ്മുടെ കുറുക്കനാണ്. അപ്പോൾ ഇങ്ങനെ ഇവരെ രണ്ടുപേരും അടുത്തടുത്ത് അപ്പുറം ഇപ്പുറമായിട്ട് ഇങ്ങനെ കാണുന്നത്. പക്ഷേ കണ്ടു കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കത്തില്ല. അവിടെ നമ്മളിങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ യമു ആണ്. യമു നമ്മുടെ ധാരാളം ഇപ്പോൾ നാട്ടിലൊക്കെ യമുവിൻ്റെ മുട്ടയൊക്കെ നമുക്ക് സർവ്വസാധാരണമായിട്ട് ഇപ്പോൾ കിട്ടുന്നതാണ്. അപ്പോൾ നമ്മൾ യമു ആണ് ഇവിടെ ഉള്ളത്. അപ്പോൾ ആളൊറ്റയ്ക്കേ ഉള്ളൂ. ആളിങ്ങനെ ആൾക്കാരെയൊക്കെ കണ്ടവിടെ തന്നെ ഇതുവഴി ഇങ്ങനെയൊക്കെ പതി ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവിടെ നിന്ന് നമ്മൾ ഈ കാഴ്ചകളൊക്കെ കണ്ടിട്ട് അവിടെ നിന്ന് കുറച്ചപ്പുറത്ത് ഇവിടെയൊക്കെ നമ്മൾ കുറേ കടുവയുണ്ടെന്ന് പറഞ്ഞു. ഒരു വെള്ളക്കടുവയൊക്കെ ഉണ്ടെന്നാണ് പറഞ്ഞത്. അപ്പോൾ അതിനെ കാണാൻ വേണ്ടി നമ്മളിങ്ങനെ പോവുകയാണ്. എല്ലാവരും ആ പാസേജിലൊളിങ്ങി നടന്ന് നമ്മൾ കറക്റ്റ് വേണ്ടേ അതിൻ്റെ അടുത്തെത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ആളെ കാണാൻ വലിയ ഗൗരവത്തോടു കൂടി ഇതാണ്ട് അതൊരു പതിയെ ഇങ്ങനെ നടക്കുന്നുണ്ട് നമ്മുടെ കടുവ. അപ്പോൾ നമുക്ക് നന്നായിട്ട് കാണാനായിട്ട് സാധിക്കും. അതിന് ഓപ്പോസിറ്റ് നമ്മളിങ്ങോട്ട് വരാതിരിക്കാൻ വലിയൊരു ട്രെഞ്ച് എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അപ്പുറത്തായിട്ടാണ് ഇതിന് കാണുന്നത്. അതിനിപ്പുറത്ത് നമ്മുടെ പുള്ളിപ്പുലിയുണ്ട്. നമ്മുടെ ചീറ്റയെന്നും ഒക്കെ പറയുന്ന സാധനമാണ് പുള്ളിപ്പുലി. അവനിങ്ങനെ അതിനകത്ത് ഇങ്ങനെ വിശ്രമിക്കുകയാണ്. നമ്മളെ ഒന്നും മൈൻഡ് പോലും ചെയ്യാതെ കൊണ്ടാണ് അവനിങ്ങനെ കൂടായിട്ട്. കാരണം ഒത്തിരി ആൾക്കാരൊക്കെ എപ്പോഴും കാണും. ഇതാണ് നമ്മൾ പറഞ്ഞത് നമ്മുടെ വെള്ളക്കടുവ എന്ന് പറയുന്നത്. കറക്റ്റ് വെള്ളയാണ്. വെള്ളയിൽ കറുപ്പ്. ഇപ്പോഴും ഈ ആൾക്കാരൊക്കെ കാണുന്നതുകൊണ്ടായിരിക്കും ഇവർക്ക് ഇങ്ങനെ പേടിയൊന്നും ഇല്ലാത്തത് എന്ന് നമുക്ക് തോന്നുന്നു. പിന്നെ നമ്മൾ നേരെ പോകുന്നത് ഇനിയിപ്പോൾ നമ്മൾ പാമ്പിനെ കാണാൻ വേണ്ടിയാണ്. അപ്പോൾ ഇവിടെ ധാരാളം പാമ്പുകളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ നമ്മൾ അതിലേക്ക് വന്നിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ചെറിയൊരു കേവ് പോലെയാണ്. അതിനകത്തോടെ നമ്മൾ ഫസ്റ്റ് കയറുമ്പോഴേന്ന് തന്നെ നമുക്ക് അവിടെ ഒരു മുതലേ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അങ്ങനെ പതിയെ ചെറിയ വെയിലൊക്കെ കൊണ്ട് കുളത്തിൽ നിന്ന് ഇങ്ങനെ കയറിയ സൈഡ് ഇങ്ങനെ കിടക്കുകയാണ്. അതിപ്പുറത്തോട്ട് വരുമ്പോഴേക്ക് ഇവിടെ നമുക്ക് ധാരാളം ആമയെ നമുക്ക് ഇവിടെ ഇങ്ങനെ കാണുന്നുണ്ട്. അവർ രണ്ടുപേരിങ്ങനെ പതിയെ ഇവിടെ നല്ല തണുപ്പൊക്കെയുള്ള സ്ഥലമാണ്. അപ്പോൾ ഇവിടെ ഗ്ലാസ്സൊക്കെ ഇട്ട് ഇങ്ങനെ നല്ലതായിട്ട് മറച്ചിട്ടുണ്ട്. അപ്പോൾ അതിനുള്ളിലാണ് ഇവരിങ്ങനെ ഉള്ളത്. ആമയുണ്ട്. അതിനിപ്പുറത്തായിട്ട് വേണ്ട നമുക്ക് കുറേ പാമ്പിനെയൊക്കെ ഇങ്ങനെ കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ഏതൊക്കെ പാമ്പാണെന്നെല്ലാം ഇവിടെ ഇങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം ഇതുകൊണ്ട് നമ്മൾ ഇതിനകത്ത് വീഡിയോ കാണാൻ ഒരാളിങ്ങനെ ആ തൂണയിലേക്ക് ഇങ്ങനെ കയറാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരാൾ ആ തൂണിൻ്റെ ഏറ്റവും മണ്ടയിൽ ഇതാണ്ട് ആ ചെടി പോലെ നിൽക്കുന്നിടത്ത് ഇങ്ങനെ മേളിലായിട്ട് ഇങ്ങനെ തലയൊക്കെ ഇങ്ങനെ പൊക്കി പിടിച്ചിങ്ങനെ നിൽക്കുന്നുണ്ട്. പക്ഷേ നല്ല സേഫ്റ്റിയോട് കൂടിയാണ് നമുക്ക് ധൈര്യമായിട്ട് നിൽക്കാം. കാരണം ഫുള്ള് ഗ്ലാസ് ഇട്ടിരിക്കുകയാണ്. അതിനുള്ളിലാണ് ഇവരെ ഉള്ളത്. അതുകൊണ്ട് നമുക്ക് യാതൊരുവിധ കാരണവശാലും പേടിക്കേണ്ടതില്ല. അപ്പോൾ ധാരാളം പാമ്പുകൾ ഇതിനകത്തുണ്ട്. അതെല്ലാം നമുക്ക് ഇതിനകത്ത് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ മുമ്പോട്ട് വന്നപ്പോൾ താണ്ട ഇവിടെ ഒരു എല്ലാവരും പെരുമ്പാമ്പ് ഇങ്ങനെ താണ്ട ഇലയിലൊക്കെ ചുറ്റി ഇങ്ങനെ കിടപ്പുണ്ട്. ആശാനിങ്ങനെ നമ്മളതൊക്കെ ഇങ്ങനെ കണ്ടിട്ട് നമ്മളിങ്ങനെ മുമ്പോട്ട് പോവുകയാണ്. അപ്പോൾ ഇവിടെ ധാരാളം ആൾക്കാരുണ്ട്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് ഇങ്ങനെ വെട്ടൊക്കെ ചെറിയൊരു ഗുഹയ്ക്കകത്തോടെ അണ്ടർ പാസേജിലൂടെയാണ് നമ്മളിങ്ങനെ പോകുന്നത്. അപ്പോൾ അതെല്ലാം കണ്ട് നമ്മളിങ്ങനെ ലാസ്റ്റ് ഭാഗം നമ്മൾ വെളിയിലേക്ക് ഇറങ്ങി ഇവിടെ ധാരാളം എന്താ കുറേ പക്ഷികളൊക്കെ ഇങ്ങനെ കാണാൻ സാധിക്കും. നമ്മുടെയൊക്കെ നാട്ടിൽ കാണാത്ത തരം കുറേ പക്ഷികളുണ്ട്. കൊക്കിൻ്റെയൊക്കെ ടൈപ്പിലുള്ള കുറേ പക്ഷികളുണ്ട്. അപ്പോൾ അതെല്ലാം ഇങ്ങനെ നമ്മൾ കണ്ടു. മുമ്പോട്ട് വരുന്നവിടെ ഇവിടെ കുറേ മുയലുകൾ, നല്ല സുന്ദര കുട്ടപ്പന്മാരായ നല്ല മുയലുകളുണ്ട്. അവർക്ക് ധാരാളമായി പോച്ചയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതൊക്കെ ഇങ്ങനെ കഴിച്ചുകൊണ്ട്
അവരിങ്ങനെ ഇരിക്കുകയാണ്. കുറേ അധികം മുയലുകളൊക്കെ ഉണ്ട്, നല്ല വെളുത്ത സുന്ദരന്മാരെ. അവരെയൊക്കെ കണ്ടു. അതിനുശേഷം നമ്മൾ നേരെ മുമ്പോട്ട് നടന്ന് നമ്മളെ ആക്ടിവിറ്റി പാർക്കുണ്ട്. അതായത് നമ്മളെല്ലാവർക്കും കുട്ടികൾക്കൊക്കെ ഒരേപോലെ ഉപകാരപ്പെടുന്ന ഒരു പാർക്കാണ്. അപ്പോൾ നമ്മൾ നേരെ അങ്ങോട്ടാണൊക്കെയാണ് പോകുന്നത്. അപ്പോൾ ഇവിടെ വന്നപ്പോൾ അത് കുറേ സീസോയും ഒത്തിരി സ്ഥലങ്ങളുണ്ട്. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ഇവാൻ താണ്ട് അതിനകത്ത് കയറി ഉദ്ഘാടനം ചെയ്തിരിക്കുകയാണ്. അപ്പോൾ നമ്മളെല്ലാവരും വന്നിട്ടുണ്ട്. ഇവാനുണ്ട്, ലിയോണുണ്ട്, പെങ്ങളുടെ പിള്ളേരെല്ലാവരുമായിട്ടാണ് നമ്മളിവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ ഇവർക്കൊക്കെ ആക്ടിവിറ്റി എൻജോയ് ചെയ്യാൻ പറ്റിയ സ്ഥലമാണ് നമ്മുടെ ഈ സിദ്ധാർത്ഥ ഗാർഡൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനകത്ത് ഇവരെ ഓരോ റൈഡുകളിലെല്ലാം ഇവരിങ്ങനെ കയറി അവരുടേതായ എൻജോയ്മെൻറ്റിലാണ് നമ്മളിങ്ങനെ നടന്നത്. അപ്പോൾ ഇവായ്ക്ക് ഇതിലിങ്ങനെ കയറുമെന്ന് പറയുമ്പോൾ റോപ്പിൽ ഇങ്ങനെ ചവിട്ടി ഇങ്ങനെ ഇവാ ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിൽ കയറിയതിന് ശേഷം നമുക്ക് എന്താകുമെന്ന് നോക്കാം. അപ്പോൾ നമ്മളിങ്ങനെ ഇവരുടെ ഒപ്പം ഇവർക്ക് വേണ്ടി നമ്മൾ ടൈം ഇങ്ങനെ സ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇനിയുള്ള നിമിഷങ്ങൾ. അപ്പോൾ ഇത്ര നേരം നമ്മൾ വലിയ കാഴ്ചകളൊക്കെ കണ്ടു. അപ്പോൾ ഇനി ഇതിനകത്തുള്ള ഇവരുടെ കലാപരിപാടികളാണ് ഇനിയിപ്പോൾ ഇവിടെ അരങ്ങേറുന്നത്. അപ്പോൾ ഇവർക്ക് ഇഷ്ടമുള്ള റൈഡുകളിലൊക്കെ ഇവരിങ്ങനെ കയറട്ടെ എന്ന് നിങ്ങൾക്ക് നോക്കാം. നമ്മുടെ നാട്ടിലും ഇതുപോലെ ധാരാളം പാർക്കുകളൊക്കെ ഉള്ള സമയത്ത് ഇതിൻ്റെ വെക്കേഷൻ അതുപോലെ വീക്കെൻഡുകളിലൊക്കെ ഇങ്ങനെ കുട്ടികളൊക്കെ ആയിട്ട് പോകുക. അതൊക്കെ അവർക്ക് വളരെ ജീവിതത്തിൽ വളരെ ഒരു റീഫ്രഷ്മെൻറ്റും അതുപോലെ ഒരു എൻ്റർടൈൻമെൻ്റ് ഒക്കെ ആയിരിക്കും. അപ്പോൾ മാക്സിമം ഇങ്ങനെയുള്ള സമയങ്ങൾ നമുക്ക് ഫ്രീ ആയിട്ടുള്ള ഓഫീസ് തിരക്കുള്ള ജോലി കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് നമുക്കൊരു ഫ്രീ ആയിട്ട് കിട്ടുന്ന സമയത്തൊക്കെ ഇങ്ങനെ നമ്മൾ കുട്ടികളൊക്കെ ആയിട്ട് ഫാമിലി ആയിട്ട് നമ്മൾ ഒരു ട്രിപ്പൊക്കെ പോവുക. അത് അവരുടെ ജീവിതത്തിൽ വളരെ ഒരു എന്താ പറയുക മെമ്മറി സൂക്ഷിച്ച് വെക്കാൻ പറ്റിയ ഓർമ്മകളൊക്കെ നിൽക്കുന്ന ഇതായിരിക്കും. അങ്ങനെ ഞങ്ങൾ ഇവിടെ വന്നു. അപ്പോൾ ഞാനും ഒന്ന് ഊഞ്ഞാലിലൊക്കെ ആടാൻ വെച്ചു. അപ്പോൾ ഇവിടെ എല്ലാവരും ഊഞ്ഞാലിലൊക്കെ ആടുന്നുണ്ട്. അപ്പോൾ ഞാനും കുറച്ച് നേരം ഊഞ്ഞാലിലാടി. അപ്പം എല്ലാവർക്കും ഊഞ്ഞാലിലൊക്കെ ഒന്ന് ആടണമെന്ന് തോന്നി. അങ്ങനെ ഞങ്ങളും നമ്മുടേതായ രീതിയിൽ നമുക്ക് കയറാൻ പറ്റുന്ന സ്ഥലങ്ങളിലൊക്കെ നമുക്ക് കയറുക. കാരണം ഇനിയൊരു അവസരം നമുക്ക് ഒരിക്കലും കിട്ടിയെന്ന് പറയാൻ പറ്റിയല്ല. അപ്പോൾ നമ്മൾ കിട്ടുന്ന സമയത്ത് മാക്സിമം എൻജോയ് ചെയ്യുക. ഞാൻ ആടി കഴിഞ്ഞപ്പോൾ സോഫിക്ക് ആടണം. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും ഊഞ്ഞാലിലൊക്കെ ആടി. അതുപോലെ പിള്ളേർ എല്ലാവരും മാക്സിമം ഞങ്ങൾ ഈ വന്നൊരു ട്രിപ്പ് നമ്മൾ എൻജോയ് ചെയ്തു. അപ്പോൾ നമ്മുടെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കളൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് കാണും വരെ എല്ലാവർക്കും ബൈ ബൈ. ഓക്കെ, ബൈ ബൈ.